ഹലോ ഗായ്സ്, അപ്പോൾ ഈ ട്രെയിനൊക്കെ കയറി പോകുന്നത് എങ്ങോട്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? എന്താണേലും ഞാൻ പറയാം ഗായ്സ്, നമ്മൾ ബാംഗ്ലൂരിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാംഗ്ലൂരിൽ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടാണോ പോയതെന്ന് ചോദിച്ചാൽ അല്ല ഗായ്സ്, ഞാൻ മെയ് ടൈമിൽ പോയതായിരുന്നു, അതായത് വെക്കേഷൻ ടൈമിൽ. ആൻഡ് ആ ഒരു ടൈമിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചത് ഒന്നാകെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു മടി. ആൻഡ് ബാംഗ്ലൂർ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഹൗസ് ഉണ്ടായിരുന്നു. സോ അവിടെ ആയിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1 ഡേ നൈറ്റ് ട്രെയിന് കയറി അടുത്ത ദിവസം മോർണിംഗ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ എത്തിയ ശേഷം 1 മെട്രോയും 1 ബസ്സും കയറണം അവരുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ മെട്രോ ഒക്കെ കയറി, അതൊക്കെ ന്യൂ എക്സ്പീരിയൻസുകളായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അവരുടെ വീട്ടിലെത്തി, ഡ്രസ്സ് മാറി, ആൻഡ് പിന്നെ പുറത്തോട്ട് ഇറങ്ങി. ആൻഡ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് അവിടുന്ന് നേരെ ഉണ്ടായ കഥകൾ ആലോചിക്കാൻ വയ്യ ഗൈസ്. കാരണം അത്രയും നടന്നിട്ടുണ്ടായിരുന്നു. നടന്ന് കുറേ നടന്ന് ഫൈനലി നമ്മൾ ഒരു മാളിലെത്തി. UB മാൾ എന്നാണ് കേട്ടോ ആ മാളിൻ്റെ പേര്. ഇതാണ് ആ മാൾ. ഞാൻ എന്തൊക്കെയോ സൂം ചെയ്ത് കാണിച്ച് കോളാക്കിയിട്ടുണ്ട്. ഓക്കെ, സാരമില്ല. എന്താണേലും UB മാളിലെത്തി. മാളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, കാരണം മുകളിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ പറ്റിയത്. അവിടെ പോയി ഇരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചൊരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവർ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആൻഡ് പിന്നെയും നമ്മൾ കുറേ നടന്നു. പിന്നെ അവിടെ എന്താ പറയുക, ഒരു നല്ല അടിപൊളി ഗാർഡൻ പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇതല്ല കേട്ടോ, ഒരു ഗാർഡൻ പോലത്തെ സ്ഥലം. അത് കാണാൻ നല്ല അടിപൊളിയായിരുന്നേ. ആൻഡ് ഇതെന്തോ അവിടെ എന്തോ ഒരു മോന്യുമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംതിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. എന്താണെങ്കിലും ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ നമ്മളൊക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ, മമ്മ, ബർജ, പിന്നെ കുറച്ച് കസിൻസ് ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ കസിന് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അവിടെ എടുക്കുക ഇവിടെ എടുക്കുക പറഞ്ഞിട്ട് എനിക്ക് കുറേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മെട്രോയിൽ കയറിയതും ഓപ്പോസിറ്റ് മെട്രോ പോകണതും ഒക്കെ വാവ് എന്നുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസുകളായിരുന്നേ. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അഥവാ മറക്കാൻ പറ്റാത്ത ട്രിപ്പ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ആൻഡ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ കാണുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.